ഞാൻ തിയേറ്ററിൽ ഞാൻ രാവിലെ ഷോയ്ക്ക് വരുന്നത് പോയിരുന്നു. ഭയങ്കര നല്ല രസമുള്ള അത്രയൊക്കെ ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കാണ് അറിയുന്നത് ഈ സിനിമയുടെ അടുത്ത് ഈ പ്രേംനസീർ റെഫറൻസ് ഭയങ്കര രസമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് തുടക്കത്തിലും. അത് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. അത് നിങ്ങൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ തൊട്ട് പ്രേംനസീറിനെ പോലെ ആയിരിക്കണം അൾട്ടിമേറ്റ് ഒരു സൂപ്പർ സ്റ്റാർ അങ്ങനെ തന്നെയായിരുന്നു നടികളുടെ ഇനീഷ്യൽ തോട്ട്? അങ്ങനെയല്ല, പുള്ളി അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റാറുകൾ പറയാനാണ് അത് പോസിറ്റീവ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. സിനിമയിലെ ക്യാരക്ടറിന് അത് അങ്ങനെയാണ് വരുന്നത്. ഈ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഈ ക്യാരക്ടറിനായിരുന്നു ആവശ്യം. ഒരു ഡിസിപ്ലിനിലായിരുന്നു എന്നുള്ളതാണ് ഞാൻ തോന്നുന്നത്. പഠിക്കേണ്ട ഒരു കണ്ണാടിയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ലെനിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ശരിക്കും ഇതിനു വേണ്ടി മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് എങ്ങനെയാ ലെനിൻ ഭയങ്കര വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത്? അല്ല, ലെനിൻ സുഹൃത്തിനേക്കാളുപരി അയാള് സുഹൃത്താണ്. പക്ഷെ അയാൾക്കറിയാം അയാള് പുള്ളിയുടെ അസിസ്റ്റന്റ് ആണ്, പിന്നെ ഒരു വലിയ ഫാൻ ബോയാണ്. അപ്പോ എല്ലാം ചിലപ്പോ നേരെ വിട്ടു തോന്നുന്ന ആദ്യമേ പറയാൻ പറ്റായിരിക്കും. പക്ഷെ അടുത്ത് ചോദിച്ചാൽ അപ്പൊ സത്യമേ പറയൂ, ലെനിൻ സത്യമേ പറയും. അപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അല്ലാതെ മറ്റേ പ്രോപ്പർ സുഹൃത്ത് എപ്പോഴും എന്ത് കാര്യങ്ങളും പറയാം അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല ലെനിൻ. തിയേറ്ററിൽ നിന്ന് മൊത്തം കൈയടി കിട്ടിയ ഒരു സീനായിരുന്നു. സിനിമയുടെ അകത്ത് മമ്മൂക്ക കരയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കരയാറില്ലേ എന്ന് പറയുന്നിടത്തെല്ലാം കൈയടിയായിരുന്നു. ഇത് ശരിക്കും അപ്പുറത്ത് കൈ വിരലുകളോട് അഭിനയിക്കുന്ന ആരെണ്ണം പറ്റിയുള്ള റെഫറൻസും ഉണ്ട്. ഇത് എവിടെയെങ്കിലും ബാലൻസിങ് ആയിട്ടാണോ അതോ ശരിക്കും നിങ്ങൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ ഫീൽ ചെയ്തിരുന്നോ? അല്ല, അതൊരു ബാലൻസിങ്ങിന്റെ കാര്യം. ഇത് അവർ രണ്ടുപേരും മാത്രമല്ല, വേറെ ആക്ടേഴ്സിന്റെ പറയുന്നത് ആയുഷ്മണ്ട് അങ്ങനെ പറയുന്നുണ്ട്, പല ആക്ടേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞാൽ ആളുകൾക്ക് റിലേറ്റ് ആവുന്ന, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അത്രയല്ലേ റിലേറ്റീവ് ആയിട്ട് തോന്നുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ സീനുകൾക്ക് കൈയടിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയാണെന്ന് നമുക്കും എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളത് അങ്ങനെ പറയുന്നില്ല. കാര്യങ്ങളിലൂടെ അഭിനയിക്കുന്നതാണെന്നും നമുക്ക് അറിയുമ്പോൾ നമ്മൾ ഓണസ്റ്റി കാര്യങ്ങൾ അത് എനിക്കും അനുഭവങ്ങളാണ്. പേഴ്സണലി നമുക്ക് കരയുന്ന സീനുകളിൽ കരച്ചിൽ വരാറുണ്ട്. അത് എന്തോ ഒരു മാജിക് അവിടെ സ്ക്രീനിൽ സംഭവിക്കുന്നുണ്ട് പുള്ളി കരയുന്ന സമയത്ത്. അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അത് പുതിയതായിട്ട് ഞങ്ങൾ എന്തെങ്കിലും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിനേക്കാൾ ഉപരി നമ്മളെ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു എന്താ പറയുക ആൾക്കാർ അതറിയാത്തത് എല്ലാവരും അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് റിലേറ്റബിൾ ആവുന്നത് തോന്നിയത് തന്നെയാണ്. അല്ലാണ്ട് അതിൽ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആയുഷ്മാൻ ഖുറാന സിനിമ കണ്ടിട്ടാണ് അതല്ല. അത് നമുക്കത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റെഫറൻസുകൾ പറയുന്നത് നമ്മൾ നമ്മുടെ നോർമൽ കോൺവെർസേഷൻസിൽ പറയുന്നില്ലേ. ഇപ്പൊ എന്റെ അടുത്ത് ആക്ടർ സുഹൃത്തുക്കളല്ല, ഞാൻ ആക്ടർ ആയതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ സിനിമയും ഇതുപോലുള്ള റെഫറൻസസ് എന്നോട് പറയാറുണ്ട്. ഇപ്പൊ സൗബികയുടെ ക്യാരക്ടർ പറയുന്നത് പോലെ പല ആക്ടേഴ്സിന്റെയും നല്ല ക്വാളിറ്റീസ് അതങ്ങനെ കണ്ടില്ല ഇതൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു. നമുക്കിടയ്ക്ക് അതുപോലെ വളരെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ദൈനംദിന സംസാരത്തിൽ നമുക്ക് അറിയുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അഭിനയിക്കാൻ അറിയാത്ത ഒരാളുടെ ഒരു ഭയങ്കര മാജിക്കൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇതിനകത്ത് കരുതിയിരുന്നത് ഇയാൾക്ക് അതൊന്നും ബാലു എന്റെ അടുത്ത് പറയുന്ന സീനിൽ പറയുന്നുണ്ട്. ചേട്ടൻ കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ചേട്ടൻ കിട്ടിയ ഒരു ആ ഒരു സ്ഥാനത്തിനുള്ള ഒരു എഫേർട്ട് ചേട്ടൻ കയ്യിൽ വരുന്നില്ല. അത് ശരിയാവുന്നു. അത് ആദ്യം എഫേർട്ടിന്റെ തുടക്ക സമയത്ത് ബാലുവിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാളൊരു മോശം ആക്ടർ അല്ല, ഒരു എഫേർട്ട് എടുക്കാത്ത ആക്ടറാണ്. അത് കാരണം ഒറ്റ സാധനം പുള്ളിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഓരോ ക്യാരക്ടറിനെയും മനസ്സിലാക്കി കുറച്ചുകൂടെ ഇമോഷൻസ് അതിനകത്ത് മനസ്സിലാക്കി അങ്ങനെ ഇൻവോൾവ്മെന്റ് അഭിനയിക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുന്നു എന്നുള്ളത്. അതാണ് ഭയങ്കര മോശം ആക്ടറായിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഇയാൾ ആദ്യത്തെ 3 സിനിമയൊക്കെ ഹിറ്റ് ആയ ഒരാളായിട്ട് അത്ര മോശം ആക്ടറല്ല, ഒരു ഓക്കെ ആക്ടർ. അയാൾ പറഞ്ഞില്ല എഫേർട്ടാണ്. ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ ആക്ടിംഗ് കരിയറൊക്കെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ഡേവിഡ് പടിക്കൽ എന്നുള്ള ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും 3 സിനിമകൾ അഭിനയിച്ച് വൻപ ഹിറ്റായ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് വിഷമതകളായിരിക്കാം. പക്ഷേ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു അപകടമായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ ജീവിതത്തിൽ ആരോടൊക്കെയോ റിവെഞ്ച് തീർക്കുക എന്നുള്ള രീതിയിൽ
കിട്ടുന്ന ആ ഒരു സ്റ്റാർഡം പരമാവധി മുതലെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് വന്നതായിരിക്കാം ചിലപ്പോൾ ഡേവിഡ് പടിക്കൽ. അത്തരത്തിൽ നമുക്കറിയാം ദൗത്യവത്തായിട്ടുള്ള ഒരു ആളാണ് ടോബി ചേട്ടൻ. വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഇന്ന് കാണുന്ന വലിയൊരു സ്റ്റാർട്ടത്തിലേക്ക് വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പം അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ അന്ന് സംഭവിച്ച എന്തെങ്കിലും അവഗണനകൾ ഇന്ന് ഈ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഈ ഒരു ക്യാരക്ടറുമായി. ഇതിനകത്ത് ഈ ക്യാരക്ടറിനാണെങ്കിൽ പോലും അയാളുടെ ട്രോമകളല്ല അയാളുടെ പ്രശ്നം, അതിന്റെ പേരിലുള്ള ആളുകളുള്ള നിരഞ്ജമല്ല അയാളുടെ പ്രശ്നം. അയാൾക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാറിനെ പോലെ പെട്ടെന്ന് പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സക്സസ് വന്നു. അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതൊന്നും ആരും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. പല കാര്യങ്ങളും നമുക്ക് എല്ലാം ഒന്നും അറിയില്ല. പുറത്ത് ആൾക്കാർ പറഞ്ഞത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയും വേണം. അപ്പൊ ഇയാളുടെ ക്യാരക്ടർ, ഈ ക്യാരക്ടറിന്റെ പ്രശ്നം അതായിരുന്നു. അപ്പോ അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഭയങ്കര ട്രാൻസ്ഫോർമേഷനേക്കാൾ അപ്പുറത്ത് ഇയാളുടെ എഫേർട്ടിനെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു എല്ലാം തികഞ്ഞൊരു ആക്ടറായി മാറുന്നു എന്നതിനേക്കാൾ ഉപരി ഇയാൾക്ക് ഇനിയും ഒരു ബെറ്റർ ആക്ടർ ആവാനുള്ള ഒരു തുടക്കമായിട്ടാണ് നമ്മൾ ഈ പടത്തിന്റെ ക്ലൈമാക്സിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പഴയ കാലത്തെ ട്രോമാസ് ഒക്കെ അതിന്റെയൊക്കെ ഒരു എന്താ പറയുക കാറ്റലിസ്റ്റ് ആയിട്ടുണ്ടാവുന്നല്ല, അതല്ല ഇതിന്റെ മൂലകാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന സ്റ്റാർട്ടത്തിൽ അയാൾ അഭിനയിച്ച് പോയതും അയാൾ റിയാലിറ്റിയിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്താണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. റിയാലിറ്റി മനസ്സിലാക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് അടുത്തിടപെടുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമായിരിക്കും മുന്നോട്ട് പോകാനുള്ള അയാളുടെ ഒരു പ്രചോദനം. മറ്റുള്ളവരോട് ഇടപെടുന്ന സമയത്താണ് ആ 3 സിനിമ ഹിറ്റായത്. പിന്നീട് സൂപ്പർ സ്റ്റാർ കഴിക്കും ആ ഒരു ഇത് ഇടിഞ്ഞു പോയെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മലയാള സിനിമകളായാലും എന്തോ 2-3 ഹിറ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും എന്തോ ആയി എന്ന് തോന്നുമ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ലെസൺ കൂടിയല്ലേ സിനിമ. പുറത്തുനിന്ന് നോക്കി കാണുമ്പോഴാണോ ഇങ്ങനെ തോന്നുന്നത്? എനിക്ക് ഉറപ്പില്ല നിങ്ങൾ ഈ പറയുന്ന പോലെയാണോ 2-3 സിനിമ ആയപ്പോഴത്തേക്ക് ആളുകൾ മാറും. അതൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ മാറിയതായിട്ട് തോന്നുക, നമുക്കത് തോന്നിക്കൊള്ളുന്നില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ എന്നെ പണ്ടറിയാത്തവർക്ക് ഞാൻ മാറിയെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വ്യക്തി, ഏതൊരു വ്യക്തിയായിരുന്നു ആ വ്യക്തിയെ നമുക്ക് മുൻപരിചയമില്ലെങ്കിൽ അയാൾ അത് മാറിപ്പോയിട്ടോ മാറിപ്പോയെന്ന് പറയാനായിട്ട് നമുക്ക് അയാൾ മുൻപരിചയം വേണം. അപ്പൊ അത് എനിക്ക് അറിയില്ല. ഇങ്ങനെ പറഞ്ഞ കാര്യം എനിക്ക് പേഴ്സണൽ അനുഭവം ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് ആദ്യത്തെ 3 സിനിമകളൊക്കെ അയാളുടെ ഹിറ്റായത് അയാൾ ആ സമയത്ത് എഫോർട്ടായിരിക്കാം. ആ സമയത്ത് അയാൾ കുറച്ചുകൂടെ ആളുകളുടെ ഇടവേള അടുത്ത ഇടവേളയിൽ ജീവിച്ചിരുന്നായിരിക്കും റിയാലിറ്റിയിൽ തന്നെ ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യകതയാണ്. 10 കൊല്ലം മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് അതുമായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകുക എന്നുള്ളതിനേക്കാൾ അപ്പുറം കുറച്ചുകൂടെ ലോകം മാറുന്നു ഒക്കെ മനസ്സിലാക്കി നമ്മളുടെ അവസ്ഥ എന്താണ്, നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ചിലപ്പോൾ പണ്ട് പറഞ്ഞൊരു തമാശകൾ പറയാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അവസ്ഥകൾ മാറുന്ന സമയത്ത്, നമ്മുടെ സ്ഥാനം മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടണം. ആദ്യത്തെ 3 സിനിമ വർക്കായാലും ചിലപ്പോൾ ഇയാളെ എഫേർട്ട് ഇട്ടുകൊണ്ട് മാത്രമായിരുന്നുണ്ടാവില്ല. അന്ന് അത് മതിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് സിനിമ മാറി, കാലം മാറിയ സമയത്ത് ഡേവിഡ് പടിക്കലിനും കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അയാളുടെ കണ്ടുമുറിയാത്ത ആക്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ അയാളോട് തന്നെ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് അയാൾ ബുക്ക് ചെയ്തിട്ടുള്ളതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെയുള്ള അയാൾക്ക് ആ ഒരു ഫയർ കിട്ടുന്ന അങ്ങനെയായിരിക്കും. ബാറ്ററി പോലെ അത് സ്റ്റാർട്ട് ചെയ്തിരുന്ന ടോബിനായ അല്ലെങ്കിൽ മേക്കപ്പ് മാൻ ടിഷ്യൂ ഇല്ലാതെയുമോ പൈപ്പിനടി കൊണ്ടുപോയി കഴുകുക എന്ന് പറഞ്ഞപ്പോഴാണ് ടോബിനായ ആ സാധാരണ ടോബിനാണല്ലോ. ആ ടോബിനാണ് എത്രത്തോളം ഇപ്പൊ ഉള്ളിലുണ്ട്. അവർക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതിന്റെ അർത്ഥം ആ തൊഴിൽ എപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാനൊരു പറ്റും സാധാരണക്കാരനൊപ്പം എന്റെ വീട്ടിൽ ജീവിക്കുന്നത്. അവരാരും അങ്ങനെ സെലിബ്രിറ്റീസോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരോ അല്ല എന്റെ വീട്ടിലുള്ളത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ സാധാരണക്കാരനാണ്. അവർക്ക് ഞാൻ മാറിയതായിട്ട് ഫീൽ ചെയ്യില്ല. കാര്യം ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അവർക്ക് എന്റെ മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും എന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് അതും അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല കുറെ വളരെ സുഹൃത്തുക്കളുണ്ട്. അവരാരും ഈ സിനിമയിലുള്ള സുഹൃത്തുക്കൾ ഇല്ലെന്നല്ല, സിനിമയിലെ സുഹൃത്തുക്കളുണ്ട്. അതിന് പുറത്ത് എന്റെ ചെറുപ്പം ഒരു സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കുറെ പഠിച്ചിട്ടുണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം ഈ അവരവരുടെ മേഖലകളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ മേഖലയോട് യാതൊരു ബന്ധമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാർ. ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പഴയ ടോബിനെ ഓർമ്മിപ്പിക്കേണ്ട വരാറില്ല. എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന സമയം കൊണ്ടുള്ള ഭൂരിഭാഗം കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർക്കുന്ന ആളാണ് ഞാൻ. അതിനർത്ഥം ഞാൻ മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പഴയ ടോബിനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ തന്നെയായിട്ടാണ്. നിങ്ങളും ഇപ്പൊ കുറെ കാലമായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
ഭയങ്കര സാധാരണയാണ്. പക്ഷെ അത് പോസ്റ്റ് ആവരുത് എന്നുള്ളൊരു നമുക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവും. ഈ മിന്നൽ മുരളി റെഫറൻസ് പോസ്റ്റ് ആവരുത് എന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു? അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതായത് പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. ആ മൊമെന്റിൽ അത് ഭയങ്കര യോജിക്കുന്നതായിട്ട് തോന്നി. ഇത് എനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് അങ്ങനെ ആ ഒരു റെഫറൻസ് ഉണ്ട് ഇതുപോലെ മനസ്സിലാക്കിയത്. അത് ആ മൊമെന്റിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ, ആ സീൻ കുറച്ചുകൂടെ ആസ്വാദികരമാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം മിന്നൽ മുരളി ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ അതൊരു കണക്ഷൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ സ്പോയിലർ ആവും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതെനിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാനത് എൻജോയ് ചെയ്തു. സൗബിക ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. ഒരേ സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കോമ്പറ്റീഷൻ ഫിലിം വരുന്നത് ഈ സിനിമയിൽ തന്നെയാണ്. സൗബികയോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. കാര്യം പുള്ളി വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരാളാണ്. ഈ ക്യാരക്ടറിനാണെങ്കിലും പുള്ളിക്ക് ഞാൻ വളരെ എന്താ പറയുക സന്തോഷവാനാണ് പുള്ളി ഈ ക്യാരക്ടർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ. ഭയങ്കര രസമായിട്ട് അതിനെ ഓവർഡു ചെയ്യാതെ അയാളെ ഇപ്പൊ ഒരു ആക്ടിങ് ട്രെയിനിൽ വരുന്ന സമയത്ത് അയാൾ എല്ലാം തരുന്ന ഒരു അവരെ ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടൊന്നല്ല അയാളെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അയാളുടെ ക്യാരക്ടറിനെ ഇയാൾ ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറയുകയും പക്ഷെ ഇയാൾ സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാള് അയാളുടെ ചുറ്റുപാടുകളോ അയാളുടെ എത്രയൊക്കെ അയാളെ തമാശയൊക്കെ പറഞ്ഞു നടക്കുന്നു അയാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു അറിവുണ്ട്, കുറച്ച് കാര്യങ്ങളിൽ അറിവുണ്ട്. അത് നമ്മൾ ചില സീനുകളിൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ എന്നാൽ അത് മാത്രമല്ല, അയാളുടെ ക്യാരക്ടറിന്റെ സവിശേഷതയും കൂടെ ഈ ഡേവിഡ് പടിക്കലിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. ഈ ഡേവിഡ് പടിക്കലിനെ ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമൻ ബീയിങ്ങും ബെറ്റർ ആക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സൗകര്യം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ നമ്മൾ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ സിനിമ കാണുകയും സ്നേഹിക്കുകയും സിനിമയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സൗകര്യം വർക്ക് ചെയ്യുന്നത്. സൗബിക ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. ഒരേ സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കോമ്പറ്റീഷൻ ഫിലിം വരുന്നത് ഈ സിനിമയിൽ തന്നെയാണ്. സൗബികയോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. കാര്യം പുള്ളി വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരാളാണ്. ഈ ക്യാരക്ടറിനാണെങ്കിലും പുള്ളിക്ക് ഞാൻ വളരെ എന്താ പറയുക സന്തോഷവാനാണ് പുള്ളി ഈ ക്യാരക്ടർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ. ഭയങ്കര രസമായിട്ട് അതിനെ ഓവർഡു ചെയ്യാതെ അയാളെ ഇപ്പൊ ഒരു ആക്ടിങ് ട്രെയിനിൽ വരുന്ന സമയത്ത് അയാൾ എല്ലാം തരുന്ന ഒരു അവരെ ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടൊന്നല്ല അയാളെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അയാളുടെ ക്യാരക്ടറിനെ ഇയാൾ ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറയുകയും പക്ഷെ ഇയാൾ സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാള് അയാളുടെ ചുറ്റുപാടുകളോ അയാളുടെ എത്രയൊക്കെ അയാളെ തമാശയൊക്കെ പറഞ്ഞു നടക്കുന്നു അയാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു അറിവുണ്ട്, കുറച്ച് കാര്യങ്ങളിൽ അറിവുണ്ട്. അത് നമ്മൾ ചില സീനുകളിൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ എന്നാൽ അത് മാത്രമല്ല, അയാളുടെ ക്യാരക്ടറിന്റെ സവിശേഷതയും കൂടെ ഈ ഡേവിഡ് പടിക്കലിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. ഈ ഡേവിഡ് പടിക്കലിനെ ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമൻ ബീയിങ്ങും ബെറ്റർ ആക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സൗകര്യം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്ക്